ബ്രോഡ്കാസ്റ്റിംഗിലേക്ക് സ്വാഗതം. ഞാൻ നന്ദകിഷോർ. കാനനപാതയിൽ ആരും തടഞ്ഞില്ല. നിരോധനം ലംഘിച്ച് മലയരയ മഹാസഭാ പ്രവർത്തകർ കാനനപാത കടന്നുപോയി. പോലീസും വനപാലകരും കാഴ്ചക്കാരെ നോക്കി നിർത്തി നിരോധനം ലംഘിച്ച് മലയരയ മഹാസഭാ പ്രവർത്തകർ പരമ്പരാഗത കാനനപാതയായ കോയിക്കാവ് ചെക്ക് പോസ്റ്റ് കടന്ന് കാളകെട്ടിയിലേക്ക് കടന്നുപോയി. ഇന്ന് 2 മണിയോടെയാണ് സംഭവം. ശബരിമലയുടെ ആചാരാനുഷ്ഠാനം നിലനിർത്താൻ പരമ്പരാഗത കാനനപാത തുറക്കണമെന്നാവശ്യപ്പെട്ട് ഐക്യമലയരയ മഹാസഭയുടെ നേതൃത്വത്തിൽ കൊമ്പുകുത്തിയിൽ നിന്നും ഇന്ന് ശബരിമല കാളകെട്ടിയിലേക്ക് പൈതൃക സംരക്ഷണ പ്രയാണ സമരം നടത്തുകയായിരുന്നു. സമരത്തെ പ്രതിരോധിക്കാൻ കോയിക്കാവിൽ നിന്നും പോലീസും വനപാലകരും കാത്തുനിന്നുവെങ്കിലും പ്രവർത്തകരെ തടയാനോ ചർച്ച നടത്താനോ ആരും തയ്യാറായില്ല. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം സമരക്കാർ ഇരുമ്പുന്നിക്കരയിൽ നിന്നും ശരണം വിളിച്ച് കോയിക്കാവിലെത്തി ചെക്ക് പോസ്റ്റ് കടന്നു പോവുകയായിരുന്നു. 2 തീർത്ഥാടകർക്കൊപ്പം 100ഓളം വരുന്ന സംഘം ഐക്യമലയരയ മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK സജീവിന്റെ നേതൃത്വത്തിലാണ് വനത്തിലൂടെ പോയത്. ഇവരെ 4ഓളം വനപാലകരും അനുഗമിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പരമ്പരാഗത കാനനപാതയിലൂടെയുള്ള തീർത്ഥാടകരുടെ യാത്ര വനം വകുപ്പും സർക്കാരും നിരോധിച്ചിരുന്നു. ഇതിനെതിരെയായിരുന്നു ഐക്യമലയരയ മഹാസഭയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം. 2 തീർത്ഥാടകർക്കൊപ്പം 100ഓളം വരുന്ന സംഘം ഐക്യമലയരയ മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK സജീവിന്റെ നേതൃത്വത്തിലാണ് വനത്തിലൂടെ പോയത്. ഇവരെ 4ഓളം വനപാലകരും അനുഗമിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പരമ്പരാഗത കാനനപാതയിലൂടെയുള്ള തീർത്ഥാടകരുടെ യാത്ര വനം വകുപ്പും സർക്കാരും നിരോധിച്ചിരുന്നു. ഇതിനെതിരെയായിരുന്നു ഐക്യമലയരയ മഹാസഭയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം. കോടിക്കണക്കിന് ശബരിമല തീർത്ഥാടകർ എത്തുന്ന ശബരിമല ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്താനും മലയരയ സമുദായത്തിന്റെ അംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള കാനനപാതയിലെ 8ഓളം മഹാക്ഷേത്രങ്ങളുടെ പ്രവർത്തനവും വിശ്വാസവും സംരക്ഷിക്കാൻ കാനനപാത തുറന്നു കൊടുക്കണമെന്ന് PK സജീവ് ആവശ്യപ്പെട്ടിരുന്നു. പരമ്പരാഗത കാനനപാത അടച്ച സംഭവത്തിൽ സർക്കാരിനെതിരെയും എരുമേലി ഗ്രാമപഞ്ചായത്തിനെതിരെയും അതിരൂക്ഷമായ വിമർശനമാണ് ഇരുമ്പൂന്നിക്കരയിൽ നടന്ന യോഗത്തിൽ PK സജീവ് ഉന്നയിച്ചത്. ഞങ്ങളുടെ അമ്പലങ്ങൾ അടയ്ക്കപ്പെട്ടു. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ആചാരങ്ങൾ നിഷേധിക്കപ്പെട്ടു, ഞങ്ങളുടെ അനുഷ്ഠാനങ്ങൾ നിഷേധിക്കപ്പെട്ടു, ഞങ്ങളുടെ പിതൃഭൂമിയിലേക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു, അവിടേക്കുള്ള ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. ഇത് ഏത് കാലത്തിലാണ് നിഷേധിക്കപ്പെട്ടത്? 2020. ഒരു പരിഷ്കൃത സമൂഹത്തിലാണ്, കേരളത്തിലാണ് ഈ ആചാര അനുഷ്ഠാനങ്ങൾ നിഷേധിക്കപ്പെട്ടത്. നിങ്ങളുടെ കടകൾ അടക്കപ്പെട്ടു, വ്യവസായങ്ങളില്ലാതായി. അതിവിടെ മാത്രമല്ല, മുക്കുഴി, പോരൂത്തോട്, അതുപോലെയുള്ള കാളകെട്ടി പോലെയുള്ള വിവിധ പ്രദേശങ്ങളിൽ കച്ചവടമില്ലാതായി. വനംവകുപ്പ് എരുമേലി ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജയകുമാർ NN, എരുമേലി പോലീസ് SHO സജീവ് ചെറിയാൻ എന്നിവരുടെ നേതൃത്വത്തിൽ വനപാലകരും പോലീസും സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ശബരി ബ്രോഡ്കാസ്റ്റിംഗ് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.